Yes, good morning. Good morning, sir. Yes, Good morning, sir. yes. Good morning, sir. Yeah? Good morning, sir. Okay. Good morning. Yes. Good morning. Yes, good morning. Good morning, sir. Good morning, sir. Yes. Good morning, sir. Good morning, sir. Morning to all. Okay. Ready? നമുക്ക് ആരംഭിച്ചാലോ? ക്ലാസ് വേണ്ട, ഞാനിത് വേറെ ഒന്നിന്റെ കാര്യങ്ങൾ കൂടെ പറയാം. ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ. യെസ്. അപ്പൊ നമ്മള് ഓക്കെ ബിപിന, വെരി ഗുഡ്. ശരി. കീർത്തന ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. മൈ ക്വസ്റ്റ്യൻ ഈസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് യുവർ ആൻസർ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഞാനത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പിടികിട്ടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇല്ലേ? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ചോദിച്ചതിന് മാത്രം നമ്മൾ മറുപടി പറയുന്ന രീതിയിൽ. ഇപ്പൊ ഇത് ചെറിയ കുട്ടികളോടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് പശുവിനെ കുറിച്ച് 10 വാചകം എഴുതാനായിട്ട് ചോദ്യം ചോദിച്ചു. 10 സെന്റൻസ് അബൌട്ട് കൗ. അപ്പൊ ഫസ്റ്റ് വരി കുട്ടി എഴുതി വെച്ചു, രാവിലെ തന്നെ അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്ന് അടിച്ച് തെങ്ങിൽ കെട്ടുന്നു. ഇറ്റ്സ് എ കറക്റ്റ് സെന്റൻസ് അല്ലെ? രണ്ടാമത്തെ സെന്റൻസ് പറയുന്നു, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്ന വൃക്ഷമാണ്. മൂന്നാമത് പറയുന്നു, തെങ്ങിന്റെ മുകളില് അതിന്റെ ഓല, തേങ്ങ എന്നിവയുണ്ട്. പിന്നെ പറയുന്നു, ഇതിൽ നിന്നുണ്ടാകുന്ന ചകിരി ധാരാളം കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നീട് പറയുന്നു, ഇത് ഇന്ത്യക്ക് ധാരാളം വിദേശ നാണ്യ നേടിത്തരുന്ന ഒരു സംഗതിയാണ്. 10ാമത്തെ വാചകം പറയുന്നു, വൈകുന്നേരമാകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്നടിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. അപ്പൊ രാവിലെ തൊഴുത്തിൽ നിന്നടിച്ച് തെങ്ങിൽ കെട്ടുന്നു, വൈകിട്ട് ഇതിനഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. ഈ രണ്ടെണ്ണം ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനം ഒരേ വാചകം പശുവിനെ കുറിച്ചുണ്ട്. അപ്പോ റീത്തയാണ് ആ പേപ്പർ നോക്കുന്ന അധ്യാപിക എന്ന് വിചാരിക്കുക. 10 മാർക്കിന്റെ ചോദ്യമായിരുന്നു. എത്ര മാർക്ക് കൊടുക്കും? എത്ര മാർക്ക് കൊടുക്കും? യെസ്. ശില്പയായിരുന്നെങ്കിലും 2 മാർക്ക് കൊടുക്കും. ഓരത്ത് 1 മാർക്ക് പോരട്ടെ. അപ്പൊ നിഷിത പറയുന്നത് 2 മാർക്ക് കൊടുക്കുള്ളൂ. യെസ്. രശ്മി പിശിക്കുകയാണ്. 0 മാർക്ക് ഉള്ളൂ, മാർക്കില്ല. ആദ്യം 2 മാർക്ക് കൊടുത്തു. യെസ്. അനീഷ് 3 മാർക്ക് കൊടുത്തു. സരിത 1 മാർക്ക് കൊടുത്തു. കീർത്തന ഫുൾ വെട്ടിക്കളയും. എന്താണ് കീർത്തന? പിള്ളേരുടെ ഗതി അല്ലേ? ആര്യ 2 മാർക്ക് കൊടുത്തു. യെസ്. 10 മാർക്കിന്റെ ചോദ്യമായിരുന്നു, 2 മാർക്ക് കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പോ ഷഹാന കുറച്ചുകൂടി തന്ത്രപരമായ നീക്കമാണ്. അറ്റംപ്റ്റ് ചെയ്തതിന് 1 മാർക്ക്, വേറെ മാർക്കില്ല. റിയ 3 മാർക്ക്, ദേവ് 1 മാർക്ക്, ശില്പ 1 മാർക്ക്. യെസ്. 12 ഒരു മാനസിക പരിഗണനയിട്ട് 3 മാർക്ക്. യെസ്. ഓക്കെ ഇല്ലേ? രശ്മി ഓക്കെ. രശ്മി മാർക്കൊന്നുമില്ല. പിറ്റേ ദിവസം പേപ്പറോട് കാണുന്ന നേരെ നോക്കി ചിരിക്കും. സൗമ്യ 3 മാർക്ക്. യെസ്. അപ്പൊ അഭിജിത്തിന് വേറെ അഭിപ്രായം കൂടി ഉണ്ട്. യെസ്. പാവങ്ങൾ ജീവിച്ചു പോട്ടെ എന്ന് പറയുന്നത്. വിലാസിന് 2 മാർക്ക്. ആഷിന് എച്ച് 2 മാർക്ക്. ഓക്കെ. യെസ്. വെരി ഗുഡ്. അനുപ്രിയ ഓക്കെ. അനുപ്രിയ 3 മാർക്ക്. ഫാത്തിമ 4 മാർക്ക്.
ഈ വളരെയിലും ഏറ്റവും കൂടുതൽ വന്നത് ഫാത്തിമ കൊടുത്താണ്ട് ശ്രീര മറിയക്കുട്ടി 3 മാർക്ക്. ഓക്കെ 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 യെസ് ഓക്കെ. അപ്പൊ ഞാനിത് പറഞ്ഞ് ചോദിച്ചാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം. ഓക്കെ ബിന്ദു, ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പിടികിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചത് പറഞ്ഞോളൂ. ഓക്കെ. So now I am going to ask you some questions about Onam. All questions connected with Onam. ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു. ആർക്കെങ്കിലും ധൈര്യമുള്ള ഒരാൾക്ക് വരാം. ധൈര്യമുള്ള ഒരാൾ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കീർത്തന ഒരു 2 പേരെ കൂടി വിളിച്ചു. കീർത്തനക്ക് ഇഷ്ടമുള്ള ഒരു 2 പേരെ കൂടി വിളിച്ചു. ഗോപിക. ആരാണ്? ഗോപിക. ഗോപികയുടെ ഗോപിക ഒന്ന് ഏസം വിളിയാൽ മതി. ഗോപിക. ഓക്കെ, അപ്പൊ ഗോപിക ഉണ്ട്, കീർത്തന ഉണ്ട്. ഒരാളെ ഇവിടെ വിളിച്ചു. രശ്മി. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി. അപ്പൊ നിങ്ങൾ 3 പേരുമാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളുകൾ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരു 40 സെക്കൻഡ് തരും. 40 സെക്കൻഡ് നിങ്ങൾ 3 പേർക്ക് ആർക്കെങ്കിലും ഉത്തരം പറഞ്ഞാലും അത് ഞാനിവിടെ റെക്കോർഡ് ചെയ്യും. 40. യെസ്, 1 മിനിറ്റ്. ഇല്ല, പോയിട്ടില്ല. അതിലാ ടെക്നിക്കൽ പ്രോബ്ലം വന്നാ. യെസ്, ഓക്കെ ഓക്കെ. യെസ്, ഞാൻ എവിടെ പോവാൻ? ഐ ആം ഓൾവേസ് ഹിയർ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്? കീർത്തന വന്നിട്ടുണ്ട്, രശ്മി വന്നിട്ടുണ്ട്, പിന്നെ ആര് വന്നിരിക്കുന്ന ഒരാൾ കൂടി ഉണ്ടായില്ല? ഗോപിക. ഗോപിക. ഓക്കെ ഓക്കെ ഓക്കെ. സിമ്പിൾ ചോദ്യം വേണ്ട. സിമ്പിൾ ചോദ്യം. ഓക്കെ, വെരി 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 സിമ്പിൾ. യെസ്. അപ്പൊ ഒരു 40 സെക്കൻഡ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ വേണ്ടി ഞാൻ തരാം. ചോദ്യത്തിന് മലയാള പരിഭാഷ ഉണ്ടായിരിക്കുന്നതല്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലാവാത്ത വാക്കിന് സ്പെല്ലിംഗ് വേണമെങ്കിൽ ചോദിച്ചോ. കീർത്തന നേരത്തെ അൺമ്യൂട്ട് ചെയ്താൽ മതി. മ്യൂട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ക്ലിയർ ആവും. യെസ്. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which state is known as for the festival of Onam? കേരള. എന്താ ഇത് സിമ്പിൾ അല്ലേ? ഇതിനും വലിയ സിമ്പിളായ ചോദ്യം എങ്ങനെ ചോദിക്കാനാണ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The name of the king. മഹാബലി. വരട്ടെ. The name of the king associated with the legend of Onam. Name of the king associated with the legend of Onam. Mahabali. It's a correct answer. Very good. Very good. Next question. Which month in Malayalam calendar does Onam fall under? August, September. ചിങ്ങം. അപ്പൊ അത് നമുക്ക് പുറത്തേക്ക് പോയി. സർ, ചിങ്ങത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്?
ഓഗസ്റ്റ് അത് തന്നെ പറഞ്ഞാൽ മതി. ദ നെയിം ഓഫ് ദ ഒരു മിനിറ്റ് 40 സെക്കൻഡ് കൊടുക്കണം കേട്ടോ. അതിന്റെ ശേഷമേ കാര്യം പറയാവൂ. 40 സെക്കൻഡ് കൊടുക്കുക. ഓക്കെ 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 മലയാളം കലണ്ടർ ഞാൻ പറഞ്ഞിരുന്നു. മലയാളം മാസം. ഓക്കെ, അത് ദാറ്റ് ബിലോങ്സ് ടു ചിങ്ങം. സാവകാശം പറഞ്ഞാൽ മതി, സമയമുണ്ട്. ആലോചിച്ചു, ചടിക്കാറുണ്ട്. ഓക്കെ, ഒന്ന് ചിന്തിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അവതാർ ഓഫ് വിഷ്ണു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലെജൻഡ് ഓഫ് ഓണം? വാമന. വാമന ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ശ്രീലക്ഷ്മി, അടുത്തത് ശ്രീലക്ഷ്മിയെ വിളിക്കാം. ഓക്കെ ഓക്കെ, വാമന ഇസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് 2 ചോദ്യം കൂടി ചോദിക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is this: the traditional floral decoration made during Onam is called dash. തപ്പു. പൂക്കളം. പൂക്കളം. തപ്പു എന്നുള്ളത് പൂക്കളമല്ലേ? സോറി. ഓക്കെ ഓക്കെ ഓക്കെ, പൂക്കളം. ശരി, വെരി ഗുഡ്. Then one more question. The traditional feast, FEAST, feast served during Onam is known as dash. സദ്യ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനൊരു ഓക്കെ, അപ്പോ വെരി ഗുഡ് ശ്രീലക്ഷ്മി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സദ്യ തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഞാനൊരു 6 ചോദ്യമാണ് ചോദിച്ചത്. അതിൽ 5 ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ഒരു ഒന്നുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ 6നും കറക്റ്റായിട്ട് ഉത്തരം പറയാനായിട്ട് സാധിക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ പ്രകടനം മെച്ചമായിരുന്നു. കീർത്തന, രശ്മി ആൻഡ് ഗോപിക, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. താങ്ക് യു സർ. വെരി ഗുഡ്. ഇനി അടുത്തത് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഇല്ല. എന്താ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ആരെങ്കിലും ഒരാൾ വിളിക്കുക. ഞാനും പേര് വിളിക്കുന്നില്ല, കൃത്യമാണ്. ആരെങ്കിലും ഒരാൾ നേരത്തെ കീർത്തന വന്നതുപോലെ വേറെ ഒരാൾ വരും. സർ ബോയ്സിനെ വിളിക്കേ. അപ്പൊ ബോയ്സിൽ ആരാ ഉള്ളത്? ഈ ശബ്ദം കേൾക്കുന്നതിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് പോലും ആരും വന്നില്ല. ബോയ്സിൽ ആരാ ഉള്ളത്? യെസ്, ഓക്കെ, അതൊരു നല്ലൊരു കാര്യമാണ് ബോയ്സിനെ വിളിക്കാതെ വന്നത്. വെരി ഗുഡ്. ബോയ്സിൽ ആരാണ് വരുന്നത്? ആദ്യം ഇപ്പൊ ഇവരെ വിളിച്ചപ്പോ ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, അത് സമ്മതിച്ചു. യെസ്, ബോയ്സിൽ ആരാണ് വരുന്നത്? നമ്മൾ ബോയ്സിന് നാണക്കേടല്ലേ? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് സിമ്പിൾ ആണ്. ഷാൻജോ. ഷാൻജോ. സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഷാൻജോന് ഇഷ്ടമുള്ള 2 പേരെ വിളിച്ചോളൂ. അങ്ങനെ ബോയ്സ് തന്നെ വേണോ? ഇഷ്ടമുള്ളവരെ വിളിച്ചോ. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. അൻസി ഉണ്ടെന്ന് തോന്നുന്നു. അൻസി, ഫാരിസ്, ഗോപിക. ആൻസി. ഹലോ. ആൻസിയാണ്. ഒരാളോട് വിളിച്ചോ. ഫാരിസ്. കേൾക്കുന്നില്ലെന്നോ അല്ലേ? ഇപ്പൊ ഫാരിസ് ഇല്ല. ഫാരിസിന് പകരം ഒരാളുണ്ട്. വേറെ തസ്നി. യെസ്, തസ്മി. എത്ര തസ്ലിമാരുണ്ടെന്ന് അറിയില്ല. തസ്ലിമാര് ഞാൻ മാത്രമേ ഉള്ളൂന്നറിയില്ല. ഇതന്നെയല്ലേ തസ്മി? ഓക്കെ 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 ഓക്കെ, തസ്മി. റെഡി. ഓക്കെ, അപ്പൊ നിയമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഒരു 40 സെക്കൻഡ് അവർക്ക് കൊടുക്കുക. ഇതൊരു മത്സരം വേണ്ട നടക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പോകെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് അവരോട് ചോദിച്ചു, 6 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ 5 കറക്റ്റ് ആയിട്ട്. ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ സോറി, കുഴപ്പമില്ല. ശരി.
അപ്പൊ ശ്രീലക്ഷ്മിയുടെ മൈക്ക് വർക്ക് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഒന്ന് വരുമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ശ്രീലക്ഷ്മി അത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു. ഹൗ മെനി ഡേയ്സ് does Onam traditionally celebrate? സാർ How 10 many days? Shanjo, Ansi, ഹലോ പറഞ്ഞോളൂ. 10. 10 ഇംഗ്ലീഷിൽ പറ. ഓക്കെ, 10 days. ഓക്കെ 10 ഓക്കെ days ഓക്കെ fine. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ഈ 1 point is marked for you. ഓക്കെ, 19 10 ദിവസം. ഓക്കെ, സോ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That dance form popularly performed by women during Onam. തിരുവാതിര. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മിയാണ് തകർത്തോണ്ടിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, ഒരു 40 സെക്കൻഡ് ഇവർക്ക് കൊടുക്കട്ടെ. യെസ്, അല്ലെങ്കിൽ ഇവരെ നോക്കി പറയും, അതാണ് പ്രശ്നം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most consumed fruit during autumn season. The most consumed fruit during autumn season. ചക്ക വറുത്തത്. കൂട്ട്. പായസം. ചിപ്സ്. Sir, പ്രഥമൻ. banana. ക്വസ്റ്റ്യൻ കറക്റ്റ്. Banana. ബനാന ചിപ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ബനാന. യെസ്, പഴം പുഴുങ്ങിയതില്ലാത്ത ഓണത്തിന്റെ പലഹാരങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, ബനാന. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ, ബനാന ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അപ്പൊ 3 ആൻസറും നിങ്ങൾക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ പായസത്തിന്റെ ഇംഗ്ലീഷ് എന്താ? പായസം പായസം എന്ന് പറഞ്ഞാൽ മതി. കുറെ വേർഡ് മലയാളത്തിൽ നിന്ന് ഒരു വാക്കുകൾ. യെസ്, അടുത്തത്. The previous day to Tiruvolam is known as dash. The previous day to Tiruvolam. ഉത്രാടമല്ലേ? Yes, Stanjo. ഉത്രാടം. Yes. ഇതിനൊരു പേരുണ്ട് പ്രീവിയസ് ഡേക്ക്. ഉത്രാടം തിരുവോണം. ഉത്രാടം. തിരുവോണത്തിന് തലേ ദിവസം ഉത്രാടം. ഓക്കെ 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 ഓക്കെ, ഉത്രാടം. ഓക്കെ, ഉത്രാടം കൂടെ വന്നിട്ടോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്. The term used for new clothes worn, WORN, worn during Onam. മൊത്തത്തില് പ്രിയങ്ക ഗോപി ഒക്കെ ശരിയാണ്. ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. ടേം യൂസ്ഡ് ഫോർ ദ ന്യൂ ക്ലോത്ത്സ് വോൺ ഡ്യൂറിങ് ഓണം. യെസ്, നമ്മുടെ ടീമിലുള്ള 3 പേരുടെ സമയം. ഓണക്കോടി. 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 ഓക്കെ 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 ഓക്കെ, ഓണക്കോടി. പ്രിയങ്ക പറഞ്ഞായിരുന്നു നേരത്തെ. ഓക്കെ, വെരി ഗുഡ്. ഓണക്കോടി. അതാണ് നമ്മൾ കേരള സായി നമ്മള് നിങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മൊത്തത്തിൽ എല്ലാവർക്കും കൂടി പറയുമ്പോൾ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ട് ഫോം, ART, ആർട്ട് ഫോം പെർഫോംഡ് ഡ്യൂറിങ് ഓണം involve dances painted as leopards and tigers? Puligali. Okay okay okay, very good, very good. Okay, very good. Yes. Next question. The traditional song sung, SUNG, the traditional song sung during Vallangali is known dash. A traditional song sung during Vallangali is dash.
വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട്. ഓക്കെ ഷാൻജോ, കറക്റ്റ് ആൻസർ ആണ് വഞ്ചിപ്പാട്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. കാരണം വെച്ചാൽ ചോദ്യം പറഞ്ഞ് തീരേണ്ട താമസം ഉത്തരം വന്നുകൊടുക്കും. ഓക്കെ, വഞ്ചിപ്പാട്ട്. യെസ്. Then last question. Which day marks MARKS? Which day marks the start of Onam? Which day marks the start of Onam? No? അത്തമൊന്ന്. അത്തം. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ആൻസിക്കും ഷാജുവിനും തസ്മിനും അഭിനന്ദനങ്ങൾ നൽകിയത്. കൺഗ്രാറ്റുലേഷൻ. കാരണം നിങ്ങളോട് ഞാൻ 8 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 8 ചോദ്യത്തിൽ ഒരു ചോദ്യം പോലും പുറത്തു പോയില്ല. എല്ലാത്തിനും ആൻസർ നിങ്ങൾ പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ അതിനോടൊപ്പം തന്നെ മിടുക്കന്മാരും മിടുക്കികളപ്പെട്ട ആളുകളാണ് ഈ ഗ്രൂപ്പിന് പുറത്തുണ്ടായിരുന്ന ആളുകൾ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ച് തീരേണ്ട താമസം അവര് ഉത്തരം പറയുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത വേറൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് ധൈര്യമുള്ള ആരാണ്? ഐ ആം കോൺഫിഡൻറ്റ്. ധൈര്യം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാണ്. ധൈര്യം വാക്യം തിരിച്ചെടുത്തിട്ട് കോൺഫിഡൻസ്. യെസ്, ആ കോൺഫിഡൻസ് പറഞ്ഞാൽ എന്താണ് സാറ് പറയാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നു ഐ ആം ഓക്കെ, ഐ ആം കോൺഫിഡൻറ്റ്. ഓക്കെ സൗമ്യ, കമോൺ. യെസ് സൗമ്യ. പ്രിയങ്കയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഒരാളോടല്ല, എല്ലാവരോടും. അപ്പൊ സൗമ്യ ഈ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയുന്നു, ബാക്കി ഓരോരുത്തരോട് പറയുന്നു. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് സൗമ്യയോടാണെങ്കിലും ആ ചോദ്യം ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരെയും. ഓക്കെ, അപ്പൊ സൗമ്യ വളരെ സൗമ്യമായിട്ട് റിലാക്സ് ചെയ്ത് കേൾക്കാം. സിമ്പിൾ ആയ ചോദ്യം. 2024 ഈസ് അബൌട്ട് ടു പാസ്. അത് ഏതാണ്ട് അവസാനിക്കാറായി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പൊ 2024 ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി പ്രശ്നങ്ങളൊക്കെ 2025-ലാണ്. ഓക്കെ, അപ്പോ യു ആർ എക്സ്പെക്ടിങ് 2025. സൗമ്യ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വർഷമായിരിക്കും 2025 എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? ഐ വാണ്ട് യുവർ ആൻസർ ടു ബി ഇൻ ഇംഗ്ലീഷ്. എവരിബഡി ടു ബി ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ പറയും. ഞാൻ സൗമ്യത്തിൽ ആലോചിക്കുന്ന സമയം കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ആലോചിച്ചുകൊണ്ട് അപ്പോ നമ്മളൊരു പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നിരിക്കും. അപ്പൊ അത് നമ്മൾ വിചാരിക്കും 2025 ഡിസംബറിന്റെ ഉള്ളിൽ ഇതെല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. അപ്പൊ അങ്ങനെ തീരുമാനിച്ച തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ആ തീരുമാനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറെ സ്വഭാവങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം അത് ശരിയല്ല. എന്നാലും ഞാൻ അങ്ങനെ തന്നെയാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവന്റെ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞാണ് പറയും. 2 ആൾ പറയുമ്പോൾ 4 ആൾ നമ്മൾ സ്വയം ചിന്തിക്കണം, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മൾ ചിന്തിക്കും അതൊന്ന് തിരുത്തണം. ഈ 2025 നമ്മളൊന്ന് തിരുത്തണം. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോൾ നിങ്ങൾ തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവും, നിശ്ചയദാർഢ്യം. ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇത് ഇന്ന സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ പ്രതീക്ഷകൾ, അതാണ് ഞാൻ ചോദിക്കുന്നത്. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളിലേക്ക് പ്രതീക്ഷകൾ എന്താണ്? അതാണ് ചോദ്യം. സൗമ്യ, സിമ്പിളായ വിഷയം സാറ് ചോദിക്കുന്നു വിചാരിച്ചില്ല. ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്. Okay, sir. I think that it will be a nice year for me. Oh, sir, sorry, my baby wake up. Next time, sir, next time I will tell. Okay. He is crying. Okay. Yes, okay.
അപ്പൊ സൗമ്യയുടെ കുട്ടി എഴുന്നേറ്റുകൊണ്ട് നമുക്ക് സൗമ്യക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഗ്യാപ്പ് കൊടുക്കാം. അപ്പൊ അതിനുശേഷം അപ്പൊ പ്രിയങ്ക ഉണ്ടായിരുന്നു. പ്രിയങ്കല്ലേ സൗമ്യയുടെ പുറകിൽ ഐ ആം കോൺഫിഡന്റ് എന്ന് പറഞ്ഞാണ്. Sir. ഓക്കെ, പ്രിയങ്ക പറഞ്ഞോളൂ. I think that 2025 is for my luckiest year because in 2024, in 2024 I am attending many bank exams and PSC and exam etc. So Yes. I believe that 2025 I got a job. Yes. And I'm ready to in 2024 I think to change my character in 2025 because I'm very lazy person. Yes, okay. So my husband told that you are depending anything from him, anything Yes, okay. from others. So I decided to change that, the depending character for me. From dependence to independent. Okay. Yes. Yeah, okay, very good. Okay, sir. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിയങ്ക, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. ഓക്കെ, ഓക്കെ. അപ്പോ പ്രിയങ്ക പറഞ്ഞു സൗമ്യ അല്പ സമയം കഴിയുമ്പോൾ വരും. Sir, I reached. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ഡിറ്റർമിനേഷൻ. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. Okay, I think that it will be a nice year for me. Yes. I will join a next nice job. Yes. Then we will build a new house. Yes. My baby will attain 1 year old. Good. We will celebrate his birthday April Yes. as grandly. Yes. Then I think that my husband will get a or he will become a nice art director in year 2025. Yes. Then that's all, sir. Okay, that is all. Okay, very good, very good. Sir, ഞാൻ പറയാം sir. ഓക്കെ, ബി ഫുൾഫിൽഡ്. ഓക്കെ, ഓക്കെ. അടുത്തതാരാണ്? പറഞ്ഞോളൂ. ഞാൻ പറയാം. ഓക്കെ, ലിജ. ആരാണ് പേരെന്താണ്? ലിജ. ലിജ. ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ ലിജ. യെസ്, carry on. ലിജ പോയാ? ലിജ നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ഇനി ആരാണ്? അപ്പൊ ലിജ നമുക്ക് അല്പസമയമായിട്ട് വിളിക്കാം. യെസ്, നെക്സ്റ്റ്. നമ്മളിവിടെ 94 പേരില്ലേ? 2 പേരല്ലേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ. 2 കാര്യങ്ങളാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് ഗോപിക പറയാൻ റെഡിയാണ്? അറിയൂ റെഡി? Yes, sir. ഓക്കെ, ഗോപിക പറഞ്ഞു. Sir, I tried a lot for getting a government job these 3 to 4 years, Yes. but I failed in those exams. Yes. But I think next year will be a good year that will give me a job Yes. that will satisfy my needs, and also I can save something for my future too. And next year there will be my marriage, and I think it will give me a peaceful and also happy life. Yes. And I can enjoy my life. Actually, I was 2024 was a chapter for me to learn because there was many problems because of my anxiety and also my anger issues. But Yes. next year I am thinking that I can solve that issues, and I can control my anger, and also I can be patient and I can achieve what I Yes. dream.
Thank you, sir. വെരി ഗുഡ് വെരി ഗുഡ്. ഗോപിക, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ വളരെ എക്സ്പീരിയൻസ് നിന്നിട്ടാണ് സംസാരിച്ചത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. You Thank you, sir. want to be a financially independent before getting married. ഓക്കെ, അപ്പൊ ഗോപിക, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും. അല്ല, ആദ്യം കഴിക്കുന്നത് വേണ്ട, ആദ്യം ഫസ്റ്റ് ചായനെ കുടിക്കണേ. അല്ല, ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെന്ത് കഴിക്കും? ഫസ്റ്റ് കഴിക്കണത് ഫസ്റ്റ് അങ്ങനെയില്ല, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും ഫസ്റ്റ് കഴിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഈ ഓക്കെ, അതൊന്നും മാറ്റാം. ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പൊ ആൻസി പറഞ്ഞ പോലെ യു ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം. അത് ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ അതൊരു തെറാപ്പിയാണ്. അത് പക്ഷികൾ കുടിക്കുന്ന പോലെ, പക്ഷികൾ കുടിക്കാനായിട്ടില്ലേ, പക്ഷികൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു സിപ്പ് എടുത്തിട്ട് പിന്നെ കഴുത്തുനിന്ന് പൊക്കിയിട്ട് അത് ഇറക്കിയിട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും, അതല്ലാതെ അത് കുടിച്ച് തീരുന്ന വരെ ആ ചുണ്ട് വെള്ളത്തിൽ മുക്കി വെക്കില്ല. അപ്പൊ അതുപോലെ ഇനി മുതൽ എല്ലാ ദിവസവും ഒരേ ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കുക. അപ്പൊ ഈ ദേഷ്യം എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടി അത് പിന്നെ അതൊക്കെ പ്രായമായി കഴിഞ്ഞാലും ആ പ്രായത്തിൻ്റെതായ ചുളിവുകളും ഇതൊക്കെ വരുന്ന ഒരുപാട് നീട്ടി വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. പിന്നെ പ്രഷർ കുറയും. അപ്പൊ ഞാൻ ഈ ദേഷ്യത്തെ കേസ് പറഞ്ഞാണ്. അപ്പോ നാളെ മുതൽ ശീലമാക്കിക്കൊള്ളുക. ടേക്ക് എ ഗ്ലാസ് ഓഫ്. ഓക്കെ ഓക്കെ. ഓക്കെ പ്രിയങ്ക ഇതൊക്കെ ചെയ്യാറുള്ളതാണ്. ഓക്കെ, എല്ലാ ദിവസവും നല്ല ഒരു ഗ്ലാസ് വെള്ളം, കുറേശ്ശെ സാവകാശം. പ്രഷർ കുറയും, BP വളരെ കുറയും. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന് ഇപ്പൊ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുമ്പോൾ രാവിലെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ തമ്മിൽ വലിയ ഗ്യാപ്പില്ല. ഇപ്പൊ രാത്രി നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നു, വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും നമ്മളൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കും. അപ്പൊ രാത്രി 9 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വിചാരിക്കുക. അപ്പൊ 9 മണി കഴിഞ്ഞാല് 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഏകദേശം 11 മണിക്കൂർ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ ഞാൻ രാത്രി ഒന്നും കഴിക്കാറില്ല അങ്ങനെ. ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. അപ്പൊ ഈ 11 മണിക്കൂർ വി ആർ ഫാസ്റ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഫാസ്റ്റിംഗ്, ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപവസിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഫാസ്റ്റിംഗ്, അത് ബ്രേക്ക് ചെയ്യണത് അത് രാവിലെയാണ്. സോ വി ആർ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ദാറ്റ് ഇറ്റ് കംസ് ടു ദ ബ്രേക്ക്ഫാസ്റ്റ്. അതെന്തായിട്ട് മാറി? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറി. അപ്പൊ ഇത്രയും ഗ്യാപ്പിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ചൂടുള്ള സ്ഥലങ്ങളിൽ ആവരുത്. വളരെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ശീലമില്ലാത്തവര് ശീലമാക്കുക, ശീലമാക്കിയിട്ടുള്ളവർക്ക് അഭിനന്ദനം. ഓക്കെ, അപ്പൊ ഗോപിക, വെരി ഗുഡ്. യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഐ അപ്രീഷിയേറ്റ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഹു ഈസ് നെക്സ്റ്റ്? അടുത്തതാരാണ്? ആണുങ്ങളിൽ ആരും വന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഷാൻജോയുടെ തിരഞ്ഞെടുക്കുക. ഷാൻജോ, what is about 2025? ആണുങ്ങൾക്കാണ് ഒരുപാട് പ്രതീക്ഷകളുള്ളത് അല്ലേ? ഓക്കെ, പറഞ്ഞു ഷാൻജോ. യു ടെൽ യുവർ എക്സ്പെക്ടേഷൻ. Sir, in my 2024, I was the silliest person in the village. Then I take seriously orders from everywhere. Then I am blessed to go out there and thinking out of myself and new version of myself. Yes. Sir, in 2025, I decided to this course. This course make me a perfect man. Yes. And make me the right change to everything. Yes. In my old problems. Yes. That's all, sir. Okay, ഷാൻജോ, നമ്മൾ പറയുക, സംസാരിക്കുക. അപ്പൊ നമ്മുടെ ടെൻഷൻ കുറച്ചൊക്കെ കുറയും. ഓക്കെ.
ബി കമ്പനി വിത്ത് ഓൾ, എല്ലാവരുമായിട്ട് വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനൊക്കെ പറയും. ഓക്കെ, വെരി ഗുഡ് ഷാൻജോ. ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽ. നെക്സ്റ്റ്. സർ ഞാൻ പറയട്ടെ? യെസ്, പറയൂ. ലക്ഷ്മിയല്ലേ? ഓക്കെ, ആ, പറയൂ sir. ലക്ഷ്മി. Sir, I am Yeah. still figuring out the purpose of my existence. Oh, very good. Yes. So And in 20, God created you, then you have great purpose on earth. Don't worry. Yes. So in 2025, I wish to overcome all my shortcomings and Yes. improve the quality of my life, Yes. Okay, very good. which would make my dear ones proud. Yes. Being independent is my biggest desire, and I Yes. hope to achieve it. Very good. അത്രേ ഉള്ളൂ സർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഞാൻ ലക്ഷ്മിയുടെ ആ ശബ്ദത്തിന് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ലാഞ്ചന കാണുന്നു. ഓക്കെ, അപ്പൊ അത് ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. ഓക്കെ, വെരി ഗുഡ്. നേരത്തെ നമ്മള് ഷാൻജോട് പറഞ്ഞ പോലെ സീരിയസ് പേഴ്സൺ, ഒരു സീരിയസ്നെസ് കാണുന്നു. ഓക്കെ, ഒരു പക്ഷേ നമ്മുടെ തീക്ഷ്ണമായ കാഴ്ചകൾ, അനുഭവങ്ങളായിരിക്കും നമ്മളെ പലതും പഠിപ്പിച്ചത്. ഇപ്പൊ അതിനു മുമ്പ് പറഞ്ഞൊരു കുട്ടി പറഞ്ഞില്ലേ, 2024 വാസ് എ ലെസൺ ടു മീ, അതെനിക്കൊരു പാഠമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ലൈക്ക് ദാറ്റ്. യെസ്. അടുത്തത്, നിങ്ങളുടെ മനസ്സിൽ കിടന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്, അതൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പേര് സാറൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനെ, പറയാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്, ഞാൻ പറയുന്നു. അടുത്തതാരാണ്? ധൈര്യമായിട്ട് പറയേ, ഞാൻ പറയാം. എന്റെ ദുഃഖങ്ങള് അല്ലെങ്കിൽ 2025 എന്റെ പ്രതീക്ഷ എത്ര പറയൂ? 2005 is very lucky year in my life Okay. because study and job is my aim. Yes. I joined the administration course and completed in this year. Okay. I will try to saving money in this year. Yes. I will don't depend other person. Yes. I will not try to remember past days. Yes. I will try to give my best in this year. Yes. Okay, very good, Kirtana. Very good. Appo you want to be a financially independent and financially self-sufficient. Okay. സാമ്പത്തികമായി നമുക്കൊരു ചെറിയൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് മനസ്സിനൊരു ധൈര്യമാണ്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത് വിജയിക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അടുത്തതാരാണ്? ക്വിസ് ടെസ്റ്റ്. അടുത്തതാരാണ്? Sir, I'm Farsana. ഫർസാന, പറയൂ ഫർസാന. Next year, I'm planning to move abroad with my husband. Yes. That's why I am join this class. Yes. When I complete my course, I can help my husband financially. Yes. That's all. That is all. But you want to help your husband financially. For that, Yes. he joined And move course. with him. Yes. Next year you are moving abroad. Okay. Very good. Okay. Thank you. Okay, Alvin. Alvin പറഞ്ഞോളൂ. Alvin Binoy. Yes. അപ്പൊ ആൽബിന്റെ നെറ്റ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആൽബിൻ പ്രോബ്ലം പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ക്വിസ് ടെസ്റ്റ്. അടുത്തത് ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ, ഞാൻ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട്. യെസ്. ഓക്കെ. രശ്മി പറഞ്ഞില്ലേ, ചുമ്മാ അങ്ങോട്ട് കയറി എന്ന് പറയും. ഇത് 2-3 കാര്യങ്ങളാണ്. എന്താണ്? നിങ്ങളുടെ കോൺഫിഡൻസിനെ അവർ കൂട്ടുന്നതാണ്. നമുക്കത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. പറയാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്. ഓക്കെ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറയാം. ഓക്കെ, രാജസൂര്യ. കറക്റ്റ് പേരെന്താണ്? My name is Surya. സൂര്യ. ഓക്കെ.
പറഞ്ഞോളൂ Hi, സ്തുതി. sir, I'm 30 years after marriage. യെസ് So far, no job has gone. യെസ് 25 is hopeful my last year യെസ് because I am hopeful in this course. യെസ് Thank you. ഓക്കെ. സോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഏട്ടാ, ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്പം ലേറ്റ് ആയിട്ടെങ്കിലും നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, രാജസൂര്യ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തതാരാണ്? നിങ്ങൾ ഇങ്ങനെ പറയുക, നിങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യം നിങ്ങൾ പറയാനായിട്ട് നിങ്ങളുടെ ആ ഒരു കഴിവില്ലേ? യെസ്, അതുകൂടി നിങ്ങൾ കയറി വരെയാണ്. യെസ്, പറയൂ, ധൈര്യമായിട്ട് പറയൂ. നമ്മളൊരു ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കില്ലേ ഇവരുടെയും? ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കില്ലേ? ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മറുപടി പറയണ്ടേ? യെസ്, ഓക്കെ ഓക്കെ രശ്മി. ഓക്കെ, ഞാൻ ഓരോരുത്തരും വിളിക്കണമല്ലേ? യെസ്, നിങ്ങൾ എല്ലാവരും എനിക്ക് അങ്ങനെ പരിചയമായിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെയാണ് വരാത്തത്. ഓക്കെ, ഞാൻ വിളിച്ചോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ. അടുത്ത ആള് വരൂ, നിങ്ങൾ സ്വയം പറയും. അടുത്ത ഞാൻ അങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഓക്കെ, സഫീറ വരൂ. യെസ്, ആരുമില്ല. സാർ യെസ്, പറയൂ. വിലാസിനി അല്ലേ? അല്ല, Yes, അമ്മയുടെ ഫോണാണ്. എന്റെ ശരിക്കുള്ള പേരെന്താണ്? സ്വപ്ന. സ്വപ്ന പറയൂ. The next year 2025 I am looking very happily because Yes. 2024 finally I joining a hospital administration course, so I can got a job on 2025, so I can Yes. start my leg on the next year. I can buy anything for my child, then I can help my husband, so I am very Yes. happy inviting 2025. You are expecting 2025 the happiest year in your life. Okay, very good, Vilasini. May your dream be fulfilled. Okay. കുഴപ്പമൊന്നുമില്ല. അത് സമയം കിട്ടി കഴിഞ്ഞപ്പോ വിലാസിനി ശരിക്കും പ്രിപ്പയർഡ് ആയി. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, നിങ്ങൾ അങ്ങനെ പറയുക. നമ്മുടെ ഇന്റർവ്യൂവിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട മക്കളെ. അവിടെ ചെന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മള് അപ്പൊ പഠിക്കാൻ പറ്റുമോ? ആ സമയത്ത് നമ്മൾ പറയട്ടെ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു വേദിയിൽ നിന്നിട്ട് ഓക്കെ സ്വപ്ന, ഓക്കെ, ഐ വിൽ ട്രൈ ടു കോൾ യു സ്വപ്ന. ഓക്കെ, ഒരു വേദിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഇതൊരു ധൈര്യമാവുന്നത്. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അല്പം കൂടി ഒരു ഉയർത്തി കയറുന്ന താഴേക്ക് നോക്കിയിട്ട് പറയുമ്പോൾ അത് സ്റ്റേജ് ഫിയർ ഫീൽ ചെയ്യും. അതങ്ങനെ ഒഴിവാക്കിയിട്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു പഴയൊരു കഥയാണ്. അപ്പോ ഒരു പള്ളിയിലെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികനായിട്ട് കുറച്ച് ആളായിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പൊ പുള്ളിക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാനായിട്ടുള്ള കഴിവില്ലായ്മയാണ്. പ്രസംഗിക്കാൻ പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പിറ്റേ ഞായറാഴ്ച പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് പുള്ളിയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പുള്ളി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വന്നു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫസ്റ്റ് വാചകം പുള്ളി പറഞ്ഞു. വാചകം ഇത്. അപ്പൊ പുള്ളി എന്ത് ചെയ്തൊരു പ്രസംഗം എഴുതിയുണ്ടാക്കിയിട്ട് അത് വായിച്ചു പഠിച്ചിട്ട് കണ്ണാടി മുമ്പിൽ വെച്ച് ഒന്ന് പറഞ്ഞൊക്കെ നോക്കിയപ്പോ കിട്ടുന്നുണ്ട്. ഓക്കെ, നാളെ ഇത് തകർക്കാം എന്ന് വിചാരിച്ചു പുള്ളി പല പ്രാവശ്യം അത് പറഞ്ഞൊക്കെ നോക്കി. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പൊ ഇഷ്ടംപോലെ ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്. പുള്ളി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നു. അതിന്റെ ഫസ്റ്റ് വാചകം ഇതായിരുന്നു, ബിഹോൾഡ് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിതാ വരുന്നു എന്നുള്ള ഒരു ബൈബിളിൽ ഒരു വാചകം കൊടുത്തിട്ടാണ് പുള്ളി അത് പറഞ്ഞത്, ബിഹോൾഡ് ഐ ആം കമ്മിങ്. അപ്പോ ആ ഫസ്റ്റ് വാചകം പറഞ്ഞു. രണ്ടാമത്തെ വാചകം പുള്ളിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മൂന്നാമത്തേതും ഓർമ്മ കിട്ടുന്നില്ല. അന്ന് തലേ ദിവസം ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചതാണ്. പക്ഷെ ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോ, കയ്യും കാലും വരച്ചു കഴിഞ്ഞപ്പോ, പള്ളിയിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും നോട്ടം തന്നെ നേരെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പുള്ളി ആ മൈക്കിൽ കയറി പിടിച്ചു. മൈക്കും അദ്ദേഹവും നിന്ന് വിറക്കുകയാണ്. പിന്നീട് പുള്ളിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. പുള്ളി അങ്ങനെ താഴെ വീണു കഴിഞ്ഞപ്പോ
അതിന്റെ ഫ്രണ്ടിലിരുന്ന ഒരു പ്രായമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ദേഹത്തേക്ക് വീണു. അവരെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ പ്രസംഗമില്ലാതെ ഞായറാഴ്ച കടന്നുപോയി. അപ്പൊ വൈകുന്നേരമായപ്പോ പുള്ളിക്കൊരു ചമ്മല്, ഞാൻ കാരണമാണ് പാവം ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ചെന്ന് കണ്ട് ഒരു മാപ്പ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പുള്ളി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്ത് പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ പ്രായമുള്ള സ്ത്രീയുടെ മക്കളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോ മക്കളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്തു. എല്ലാവരും മാറിക്കഴിഞ്ഞപ്പോ പുള്ളി അവിടെ ചെന്നിട്ട് ആ സ്ത്രീയോട് മാപ്പ് പറഞ്ഞു. ചേച്ചി, ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അച്ഛനല്ല കുറ്റക്കാരൻ, ഞാനാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കത് മനസ്സിലായില്ല. അല്ല, ഞാനാണല്ലോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്, പക്ഷേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കുറ്റക്കാരിയാവുന്നത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, 3 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു. പക്ഷേ എന്റെ നേരെ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ 3 പ്രാവശ്യം പറഞ്ഞിട്ടും അവിടെ നിന്ന് മാറാതെ നിന്നത് ആരാണ്? ഞാനാണ്. അപ്പോ ഞാനല്ലേ കുറ്റക്കാരി, അച്ഛനല്ലല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോ വലിയ ഒരു സദസ്സിന്റെ മുന്നിൽ നിന്ന് പുള്ളി തകർക്കുകയാണ് പ്രസംഗം, ഒരു ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ആരെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സാധിക്കും. അവനെ സൃഷ്ടിച്ച പോലെ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ കഴിവ് തന്നെയാണ് എനിക്കുള്ളത്. അവനത് കുറച്ച് നേരത്തെ കണ്ടെത്തി അവനത് വളർത്തിയെടുത്തു, ഞാൻ കണ്ടെത്താൻ കുറച്ച് വൈകിപ്പോയി. ഇതൊക്കെയല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാറി നിൽക്കുന്നവർ, പറയാതിരിക്കുന്നവർക്ക് ചിന്തിക്കാൻ നിങ്ങൾക്കും പറ്റും. ഇഫ് ഷീ ക്യാൻ, വൈ ഐ കാൻ, അവൾക്കത് കഴിയുമെങ്കിൽ വൈ എനിക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ? ഈ ഒരു ചിന്ത 2025 നിങ്ങൾ മനസ്സിലേക്ക് വരും. എനിക്കും പറ്റും, എനിക്കും കഴിയും. ഓക്കെ ഓക്കെ, 2025 ഈസ് മൈ ബെസ്റ്റ് ഇയർ. അപ്പോ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളെങ്കിലും, സാറേ ഇനി ഞാൻ പറയാം 2025 എന്റെ പ്രതീക്ഷകൾ. ആര് പറയുന്നു? സർ, ഞാൻ പറയട്ടെ? യെസ്, നിഷിത. ഓക്കെ, എന്റെ വാക്കുകൾക്ക് ഫലമുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. നിഷിത കഴിഞ്ഞാല് അടുത്തൊരാൾ മനസ്സിൽ ചിന്തിച്ചു നോക്കാം. ഇനി ഞാൻ പറയും. ഓക്കെ, നിഷിത 2024 is worst year in my life because nothing happened too special in this year. I hope next year was good for me. I want to buy a new home and I tried to get a job in hospital administration. Yes. Okay, Nishida. Okay, let your dream be fulfilled in future. Okay, very good, very good, very good. Yes, Nishida, very good, very good. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സെൽഫ് കോൺഫിഡൻസ് ആണ് ജോലി അന്വേഷിക്കുന്നത്. നമ്മൾ പറയല്ലേ? ഓക്കെ, ഓക്കെ ഓക്കെ ബിന്ദു, ഓക്കെ ഓക്കെ ഓക്കെ, യുവർ പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ്, ഡോണ്ട് വറി. യെസ്, നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ഞാൻ പറയട്ടെ സാർ. ഇത് പറയും അഭിരാമി, പറഞ്ഞോളൂ അഭിരാമി. 2025 is my good year. I have completed my course this year. This year I have not depended others. Yes. So This year I am. Okay, പറഞ്ഞോളൂ അഭിരാമി. This year I am really enjoying. Yes. അത്രേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് അഭിരാമി. ഓക്കെ 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 ഓക്കെ, ഇത്രയൊക്കെ പറയാൻ പറ്റില്ല സാധിക്കുമായിരുന്നിട്ടാണോ തുടക്കമേ മാറി നിന്നത്? ഓക്കെ, യു ക്യാൻ, യു ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ പരമാവധി ശ്രമിക്കുക. സക്സസ്ഫുൾ ഫോളോ യു. വിജയം നിങ്ങളുടെ പുറകിൽ ഓടിയെത്തും. എത്ര നമ്മൾ മൂല്യമുള്ളതാണെങ്കിൽ വിജയം നമ്മുടെ പുറകെ ഓടിയെത്തും. എന്തിനാണ്? യെസ്, ഓക്കെ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ എല്ലാവരും? പിന്നെ എന്തിനാ പഠിക്കുന്നത്? ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവാം, പ്രീ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവാം, പ്ലസ് 2 കഴിഞ്ഞവരുണ്ടാവാം, SSLC കഴിഞ്ഞവരുണ്ടാവാം. ആരെയും കുറ്റം പറയണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജീവിത സാഹചര്യങ്ങളാണ്
ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ചില കുറച്ച് പഠിച്ചവരുണ്ടാവാം, കൂടുതൽ പഠിച്ചവരുണ്ടാവാം, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആരെയും അങ്ങനെ വില കുറിച്ച് കാണണ്ട. കാരണം ആരായിരിക്കും ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. പരീക്ഷയിൽ വിജയിച്ചവരും മാറി നിൽക്കുമ്പോൾ പരീക്ഷയിൽ വിജയിക്കാത്തവർ ജീവിതത്തിൽ വിജയിച്ച് കയറി പോകുന്നത് കാണേണ്ടി വരും നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും വില കുറച്ച് കാണണ്ട. ഓൾ ആർ ദ മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ്. എല്ലാം ദൈവത്തിന്റെ മാസ്റ്റർ പീസസ് ആണ്. എവരിബഡി. യെസ്, അടുത്തതാരാണ് വരുന്നത്? ഞാൻ പറയട്ടോ. യെസ്, അർച്ചന പറയും. ആർച്ച് according to me 2024 is not good for me. I have failed so many exams. I think the next year will be good for me. So I want to be self-independent in 2025. For achieving that dream, I will crack the course and trying to get a good job. I want to be more confident. So I wish this is a good platform for me. Yes. Archa, very good, very good. Okay. ഒരു വാർത്തയ്ക്ക് ശ്രദ്ധിച്ചു. ആർച്ച മാത്രമാണ് according to me എന്ന് പറയുന്നത്. Very good. Yes. ഇനി അടുത്തതാരാണ്? ബിന്ദു. ധൈര്യമായിട്ട് പറഞ്ഞു. 2025 is my best year. Yes. My financial problem is solved in this year. Yes. This year get a job. Yes. My husband is very tired and tension on his job. Yes. I can help my husband. Yes. That's all. Very good. നല്ലതായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത ലെവലിൽ വരുമ്പോൾ കുറച്ചുകൂടി നന്നാവും. ഓരോ ദിവസം നമ്മൾ ഓരോ വിഷയങ്ങൾ എടുത്ത് ഇടും. കഴിഞ്ഞ ആഴ്ച എനിക്ക് സമയം ഇല്ലായിരുന്നത് നമ്മൾ ആ സിമ്പിൾ പ്രസന്റ് തുടങ്ങി വന്നപ്പോൾ കുറച്ച് സമയം പോയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ അന്ന് പറയാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. ഏത് എക്സ്പെക്ടേഷൻ അബൌട്ട് 2025 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുക്കേണ്ട വിഷയമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സമയത്തിന് കുറവുകൊണ്ട് നമ്മൾ പരിഗണിക്കാൻ പോയത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും sir, this year more expectation to me. Yes. This year more expectation to me because 2024 more bad memories in my life, and I wish this year more happiness in my life, and I wish this year I get a job. That's my big dream, and I wish lot of journey in this year. That's all, sir. Yes. Very good. Very good. Actually, very good. When you make it a good job. Okay. We all wish you all the very best for you. Very good. ഇനി ആരാണ്? Who is next? സർ, ഞാൻ പറയാം. Yes, പറയൂ. ആരാണ്? റീത്ത പറയൂ. റിബിനയാണേ. ബിബിന. RIBIN റിബിന. Okay. 2025 year my course finishing my course hospital administration. Yes. And expected get a good job. Yes. Start planning my life and my future and start planning my life and my future. Yes. Next year my financial problem solved. Yes. 2025 year is my life very happy and enjoyed. That's all, Yes. sir. Very good, Rita. Your life will be very enjoyable and your life will be very happy in 2025. Okay. Thank you, sir. Okay. Very good. അപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കുക, എന്റെ എക്സ്പെക്ടേഷൻ എന്താണ്, എന്റെ പ്രതീക്ഷകൾ എന്താണ് 2020. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു 1/2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കാം.
ഓക്കെ രശ്മി. ഓക്കെ. നിങ്ങൾ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പറഞ്ഞതിനൊക്കെ കുറെ തെറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ വശത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്യേണ്ടിരുന്നത്, ആദ്യം വേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞ് റെഡിയായി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തെറ്റൊക്കെ തിരുത്താം. തുടക്കം തെറ്റ് നിങ്ങൾക്ക് ആ ഒരു സഭാകമ്പം ഒന്ന് മാറി പറയാനായിട്ടുള്ള ഒരു ധൈര്യമായി കിട്ടട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ആരുടെയും മുഖത്ത് നോക്കി ധൈര്യസമേതം സംസാരിക്കാനായിട്ടുള്ള പ്രാപ്തിയോട് കൂടിയിട്ടും ഒരു കാര്യം എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. സോ we will meet in the next class next day. Okay, Bindu, no problem.